റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം ഒരു ബിഗിനേഴ്സ് ട്രേഡേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബിഗിനർ ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ബിഗിനേഴ്സ് ട്രേഡേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്കിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ ആ മിസ്റ്റേക്കുകൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്പർ 1, ഓവർ ട്രേഡിംഗ്. മോസ്റ്റ് ഓഫ് ദ ബിഗിനേഴ്സും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസിൽ ഒന്നാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം തന്നെ ഒരുപാട് എൻട്രികൾ പുഷ് ചെയ്യാം. കാരണം ഈ ബിഗിനേഴ്സ് എല്ലാം ചിന്തിക്കുന്നത് ഒരുപാട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് എടുക്കുന്നതിനനുസരിച്ച് അതിൽ മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന മിസ്റ്റേക്കിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഒരുപാട് എൻട്രികൾ പുഷ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമ്പർ 2, നോ ട്രേഡിംഗ് പ്ലാൻ. പല ബിഗിനേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് യാതൊരു ട്രേഡിംഗ് പ്ലാനും ഇല്ലാതെ ഒരു റൂൾസ് ഓഫ് ട്രേഡിംഗും ഇല്ലാതെ റാൻഡംലി ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു റൂൾസ് ഓഫ് ട്രേഡിംഗ് ആണ്. കാരണം എന്തിന് ട്രേഡ് എടുക്കണം, എവിടെ ട്രേഡ് എടുക്കണം, ആ ഒരു ട്രേഡ് ഏതുവരെ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന തരത്തിലുള്ള ഒരുപാട് റൂൾസ് ഓഫ് ട്രേഡിംഗ് ഒരു ബിഗിനർ ട്രേഡർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു പ്രോപ്പർ പ്രൊഫഷണൽ വേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന, നിങ്ങളുടെ ഡിസിപ്ലിൻ ഇമോഷനുമായിട്ട് കണക്ട് ആകുന്ന ഒരു റൂൾസ് ഓഫ് ട്രേഡിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 3, ഇഗ്നോറിംഗ് റിസ്ക് മാനേജ്മെന്റ്. പല ബിഗിനേഴ്സും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് റിസ്ക് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യാത്തത്, ഫോളോ ചെയ്യാത്തത്. നിങ്ങളൊരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട സംഭവം ആക്സെപ്റ്റിംഗ് ദ ലോസസ് എന്നുള്ളതാണ്. അതായത് ലോസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം എല്ലാ ദിവസവും നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കില്ല. എന്നാൽ എല്ലാ ദിവസവും ഒരിക്കലും ലോസ് ആവാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, റിക്കവർ ചെയ്യാൻ സാധിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ചില ആളുകൾ 1:2 ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ചില ആളുകൾ 1:3 ആണ് കീപ്പ് ചെയ്യാറുള്ളത്. അതേപോലെ ചില ആളുകൾ നമ്മുടെ ക്യാപിറ്റൽ 1% ആണ് എപ്പോഴും റിസ്ക് ചെയ്യാറുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിൻ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയും ഒരു റിസ്ക് പെർസെൻറ്റേജും നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു മന്ത് എൻഡ് ആവുന്ന സമയത്തോ ഒരു വീക്കെൻഡ് ആവുന്ന സമയത്തോ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 4, റിവെഞ്ച് ട്രേഡിംഗ്. പല ബിഗിനേഴ്സും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ബ്ലൈൻഡ്ലി ഒരുപാട് എണ്ണികൾ പോയിട്ട് പുഷ് ചെയ്യും. അത് കാരണം ഒരുപാട് ലോസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഈ റിവെഞ്ച് ട്രേഡിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു റിസ്ക് പെർസെൻറ്റേജ് എപ്പോഴും തീരുമാനിക്കുക. ഉദാഹരണത്തിന് 1% ആണ് നിങ്ങൾ ഡെയിലി റിസ്ക് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു ഡെയിലി 2 ട്രേഡ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ 0.5% ഉള്ള 2 ട്രേഡുകൾ നിങ്ങൾ അടിക്കുക. ആ ഒരു 2 ട്രേഡ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാതിരിക്കുക, നിങ്ങൾ എൻഡുകൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രേഡിംഗ് വ്യൂവിലോ അല്ലെങ്കിൽ ചാർട്ടിൻ്റെ മുമ്പിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യുക, എണീറ്റ് പോവുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റിവെഞ്ച് ട്രേഡിങ്ങിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നമ്പർ 5, നോട്ട് ക്രിയേറ്റിംഗ് എ പ്രോപ്പർ ട്രേഡിംഗ് ജേർണൽ. ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രേഡിംഗ് എന്ന് പറയുന്നത് പക്ക ഒരു ബിസിനസ്സാണ്. നമ്മളൊരു ബിസിനസ്സിനെ ഓഡിറ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയെ നിങ്ങൾ ഓഡിറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓരോ ട്രേഡുകളെയും നിങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എവിടെയാണ്, നിങ്ങൾ ഇനി എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇനി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത ട്രേഡുകളുടെ ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിൽ വേണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഒരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യണം. ഒരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെല്ലാം ഏരിയകൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഉദാഹരണത്തിന് നിങ്ങളുടെ ലോസ് അടിച്ച എല്ലാ ട്രേഡുകളും ഒരു ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവത്തെ നെക്സ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ വിന്നിംഗ് റേഷ്യോ, ട്രേഡിംഗ് ക്വാളിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ബിഗിനർ ട്രേഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പറായുള്ള ഒരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്പർ 6, ജമ്പിംഗ് സ്ട്രാറ്റജി. അതായത് പല ആളുകളും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ്, അവരൊരു സ്ട്രാറ്റജി എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും. പക്ഷേ അതിൽ ലോസ് ആവുന്ന സമയത്ത് ഉടനെ എന്ത് ചെയ്യും, മറ്റൊരു സ്ട്രാറ്റജിയിലോട്ട് പോകും. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ട്രാറ്റജി എല്ലാം ചെയ്ത് ആ സ്ട്രാറ്റജിയിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ചിലപ്പോൾ 3-4 മാസം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് മേ ബി ഇനീഷ്യൽ സമയത്ത് ഒരു പ്രോഫിറ്റ് കിട്ടി, പിന്നീട് ലോസ് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രോഫിറ്റബിൾ ആവുന്ന മറ്റാരുടെയും റീലുകളോ മറ്റോ കാണുന്നുണ്ടാവുക. ഇത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ സ്ട്രാറ്റജിക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അവിടെ കയ്യിൽ എന്തോ ഒരു ഗോൾഡൻ സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് അങ്ങനെ ഒരു ഹോളി ഗ്രേ ഗോൾഡൻ
സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ലോകത്തെ എല്ലാ സ്ട്രാറ്റജിയും മാർക്കറ്റിൽ എന്താവും വർക്കാവും എന്നുള്ളതാണ്. ഈ പല സ്ട്രാറ്റജിയിലോട്ട് നിങ്ങൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കില്ല ലോങ് ടേമിലോട്ട്. കാരണം നിങ്ങളൊരു സ്ട്രാറ്റജിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ എഫേർട്ട് എടുത്ത് അതിൽ മേ ബി ലോസ് വന്നു കഴിഞ്ഞ് നിങ്ങൾ മറ്റൊരു സ്ട്രാറ്റജിയിലോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്താവാം മേ ബി നിങ്ങളുടെ ലോസ് റിക്കവർ ചെയ്യാനുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ്സ് ആ സ്ട്രാറ്റജി തരുന്നത്. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യില്ല, കാത്തു നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, പുതിയ സ്ട്രാറ്റജിയിലോട്ട് പോകും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ സ്ട്രാറ്റജിക്ക് നിങ്ങൾ പഴയ സ്ട്രാറ്റജി കൊടുത്ത് അതേ എഫേർട്ട് പോലെ എന്ത് ചെയ്യണം, സമയം സ്പെൻഡ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. പിന്നീട് അതും എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ലോസ് ആവുന്ന സമയത്ത് നമ്മൾ അടുത്ത സ്ട്രാറ്റജിയിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റിക്ക് യുവർ സിസ്റ്റം എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജിയിൽ പൂർണ്ണമായുള്ള വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്, പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതുപോലെ ഒരു ബിഗിനേഴ്സ് ട്രേഡേഴ്സ് അറിഞ്ഞിരിക്കേണ്ട, ട്രേഡിംഗ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ കണ്ടന്റുകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.